സെഖര്യാവ് 2-ാം അധ്യായം. ഞാൻ പിന്നെയും തല പൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവുനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ഞാൻ യെരൂശലേമിനെ അളന്ന് അതിൻ്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്നു. അവനെ എതിരേൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തു വന്ന് അവനോട് പറഞ്ഞത്, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറക. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹേ ഹേ, വടക്കേ ദേശം വിട്ടോടുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ആകാശത്തിൻ്റെ 4 കാറ്റ് പോലെ ചിതറിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹേ, ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയോനെ, ചാടിപ്പോക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ഞാൻ അവരുടെ നേരെ കൈ കുലുക്കും, അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായി തീരും. സൈന്യങ്ങളുടെ യഹോവ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. സിയോൻ പുത്രിയെ, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക. ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ഞാൻ നിന്റെ മധ്യേ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. യഹോവ വിശുദ്ധ ദേശത്ത് യഹൂദായെ തൻ്റെ ഓഹരിയായി കൈവശമാക്കുകയും യെരൂശലേമിനെ വീണ്ടും തെരഞ്ഞെടുക്കുകയും ചെയ്യും. സകല ജഡവുമായുള്ളോരെ, യഹോവയുടെ മുൻപിൽ മിണ്ടാതിരിപ്പിൻ. അവൻ തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നരുളിയിരിക്കുന്നു.